അടുത്ത ഇതിപ്പോൾ ഞാൻ കെട്ടി വെച്ചേക്കുന്നതാണ്. ഇനി നിങ്ങൾക്കായിട്ട് മാത്രം ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. സ്നാപ്പിൽ എങ്ങനെയാണ് ഫ്ലൂറോ കാർബൺ കെട്ടുന്നുള്ളതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇപ്പോഴും പറയാണ്, അറിയാവുന്നവർക്കല്ല, നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടി മാത്രം. മച്ചാൻ ഞാൻ യൂസ് ചെയ്യുന്ന സ്നാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതും വലുതുമാണ്. ഇതിൽ സ്നാപ്പ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. പക്ഷം ഫ്ലൂറോ കാർബൺ എടുക്കുക, 2 എൻഡാണ്. സ്നാപ്പിൻ്റെ ഒരു ഹോൾ നോക്കുക. ഹോൾ നോക്കിയതിന് ശേഷം ആ ഹോളിനകത്തോട്ട് ഇത് കയറ്റുക. കയറ്റി കഴിഞ്ഞാൽ ഇതേപോലെ കിടക്കും. ഇത് കണ്ടോ, ഇതേപോലെ ഫ്രീ ആയിട്ട് കിടക്കും. അത് നമുക്ക് എത്രയാണോ ഫ്ലൂറോ കാർബൺ വേസ്റ്റ് ആവരുത്, എത്രയാണ് ആവശ്യമുള്ളത്, എത്ര റോളാണ് എടുക്കാൻ പോകുന്നത്, അത്ര റോളിനുള്ള മാത്രമേ ചുറ്റാവൂ. ഇത്ര എടുത്തിട്ട് നമുക്ക് 3 റോളാണ് ആവശ്യം. ഇത്ര നീളത്തിന് വിട്ടേക്കുക. വിട്ടതിന് ശേഷം ഒരു റോള് നമ്മുടെ ഈ വിരൽ കണ്ടോ, ഏറ്റവും എളുപ്പ വഴി പറഞ്ഞുതരാം. ഇങ്ങനെ കൈ വയ്ക്കുക. ഈ സാധനം, അതായത് നമ്മുടെ സ്നാപ്പ് കയ്യിൽ ചേർത്തിങ്ങനെ വയ്ക്കുക, ഇങ്ങനെ പിടിക്കുക. വിരലിൽ നിങ്ങൾ 3 ചുറ്റ് ചുറ്റിയാലും മതിയാവും. അതാണ് നിങ്ങൾക്ക് ഒത്തിരി കൂടി എളുപ്പം. 3 ചുറ്റ് ഇങ്ങനെ ചുറ്റുക. ചുറ്റിയതിന് ശേഷം ഈ എൻഡ് വന്നിട്ട് ഇതിനടിയിൽ കൂടെ എടുക്കുക. ഈ എൻഡ് വന്നിട്ട് ഈ ചുറ്റിയിരിക്കുന്ന ഹോൾ കണ്ടോ, ഈ ഹോളിൻ്റെ അകത്ത് കൂടെ, അടിയിൽ കൂടെ വന്ന് ഹോളിൻ്റെ അകത്തൂടെ കയറ്റുക. കയറ്റി നൈസായിട്ട് പിടിക്കുക. ഇതേപോലെ ഇരിക്കും. കയറ്റിയത് ഇതിൻ്റെ ഹോളിൻ്റെ അകത്തു കൂടെയാണ്. ഇത് കണ്ടോ, നമ്മൾ ചുറ്റിയെടുത്ത 3 റൗണ്ട് ഉണ്ട്. അതിനടിയിൽ കൂടെ കയറ്റി നമ്മൾ ഈ ഹോളിൻ്റെ അകത്തൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കെട്ട് സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതിനുശേഷം ഇത് രണ്ടും ചേർത്ത് തന്നെ വലിക്കുക. കെട്ടിൻ്റെ ഹോളിൻ്റെ അകത്തൂടെ എടുത്തിട്ട് ചേർത്ത് തന്നെ വലിക്കുക. ചേർത്ത് വലിച്ചതിന് ശേഷം പിടിച്ച് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കെട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ആന പിടിച്ചാലും ഇളവത്തില്ല. ഇതാണ് നമ്മുടെ കെട്ട് നല്ല ടൈറ്റ് ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിൽ ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിടിക്കുക, ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തങ്ങ് വിടുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് നമ്മൾ സ്നാപ്പ് കെട്ടുന്ന രീതി.